ജോലി തട്ടിപ്പിന് ഇരയായി കസാഖിസ്ഥാനിൽ കുടുങ്ങിയ മലയാളി വിപിൻ കുമാറിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന് കുടുംബം. വിപിന്റെ പരാതിയിൽ പാറശാല പോലീസ് പന്താലമൂട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൈ ടെക് ഉടമ കനകരാജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, കനകരാജിനെതിരെ നേരത്തെ തന്നെ വലിയ ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. എന്തായാലും കേസ് എടുത്തു എന്നത് ആശ്വാസകരമാണ്. മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? രുചിഷ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യം ഈ ബിബിൻ ഉൾപ്പെടെയുള്ള ബിബിന്റെ കുടുംബം സമീപിച്ചതെങ്കിൽ അവിടെ നിന്ന് നിരാശാജനകമായിട്ടുള്ള മറുപടിയായിരുന്നു കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് കനകരാജിന് അനുകൂലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷമാണ് പാറശാല പോലീസിലെ പരാതി നൽകാൻ കുടുംബം തയ്യാറാക്കുകയും അവിടെ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കനകരാജിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നാളുകളേറെയായി ഈ കസഖിസ്ഥാനിലും ഒപ്പം കിർഗിസ്ഥാനിലും നിരവധി പേരാണ് ജോലി തട്ടിപ്പിനിരയായി കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ മലയാളിയായിട്ടുള്ള പാറശാല സ്വദേശി ബിബിൻ ഉണ്ട്. ബിബിന്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കുറച്ചു ദിവസങ്ങളായി തേയില വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരിക, കുടുംബം നൽകുന്ന പണം കൊണ്ട് മാത്രമാണ് ഭക്ഷണം കഴിച്ച് അവിടെ ഇപ്പോൾ ജീവിച്ചു വരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് ബിബിൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിബിന്റെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ, എങ്ങനെയാണ് ബിബിന് ഇങ്ങനെ ഒരു തട്ടിപ്പിലേക്ക് ചെന്ന് പെട്ടത്? പക്ഷെ മുകളിൽ താമസിക്കുന്ന ഉണ്ണിയെന്നും പറഞ്ഞ് അവനെ കൊണ്ടുവന്ന് ചതിച്ചായിരുന്നു. നമുക്ക് ഇവനെ കനകരാജ് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴും ഇവനാണ് പറഞ്ഞു, ഉണ്ണി പറഞ്ഞായിരുന്നു നീ പോ, നല്ലൊരു വേക്കൻസിയാണ്, നിന്റെ കടങ്ങളൊക്കെ തീർക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ല. അവൻ തോല പണിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ്റെ പ്രമാണത്തിനെ കൊണ്ടുവന്ന് 6.5 ലക്ഷം രൂപയ്ക്ക് കൊണ്ടൊന്ന് പണയം വെച്ച് 30-ാം തീയതി ഇനി എടുക്കണം, ഇനി പണയത്തിന് പലിശ കൊടുത്തോണ്ടാണ് ഇരിക്കണം. അപ്പോഴും ഇവൻ പറഞ്ഞോണ്ട് നീ പോ, പേടിക്കാനൊന്നുമില്ല, നിന്റെ കടങ്ങൾ 3-4 മാസം കൊണ്ട് തീർക്കും, നല്ലൊരു വേക്കൻസിയാണ്, നീ പോകുന്നും പറയുകൊണ്ടാണ് ഇവൻ പറഞ്ഞ് ആദ്യം 30,000 രൂപ വാങ്ങിച്ച്, വീണ്ടും 10 രൂപ അവൻ വാങ്ങിച്ച്, അവൻ 80 വാങ്ങിച്ച്, ഇതെല്ലാം കൂടെ വാങ്ങിച്ചും കൊണ്ട് പറഞ്ഞു നിങ്ങൾ കയറി പോയി എന്നും പറഞ്ഞുകൊണ്ട് അവൻ കൊണ്ടുവന്ന് പോയതാണ്. പക്ഷെ ഇപ്പം എന്താ 1.5 മാസം വരെയൊക്കെ നമ്മളിങ്ങനെ ചതിക്കുമെന്ന്, ഈ 2 കത്തിക്കാരും ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുടിച്ച വെള്ളത്തിന് പോലും ഞാൻ ഇന്ന് എനിക്കിപ്പം പണി പോലും ഇല്ല, അല്ലെങ്കിൽ റോഡിൻ്റെ പണിക്കാൻ ഞാൻ പോകുന്നത് പോയാണ് എൻ്റെ മക്കൾക്ക്. ഈ അമ്മയമ്മക്ക് ഞാൻ ചിലവിന് ഞാൻ കൊടുക്കുന്നു. ഞാൻ തരുവച്ചേർത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ മക്കൾക്ക് ചിലവിന് കൊടുക്കണം. ആ മോന് വായിച്ചു കൊടുത്താണ്. അതിപ്പോൾ തേയില വെള്ളം കുടിച്ചും കൊണ്ടാണ് കിടക്കേണ്ട അവസ്ഥയിൽ വന്നത്. ഈ ആഴ്ചത്തേക്കാവും വെച്ച് ഇവനെ നാട്ടിലെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കണം എന്നാണ് പറയണത്. അവിടെയുള്ള ഫൈനും കെട്ടിവെച്ച് ഇവനെ ഞാൻ നാട്ടിൽ ഇത്രയും വേഗം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ജയിലിലാക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. പക്ഷേ ഇനി അവൻ ജയിലിലായി കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ സമയത്താണ് ഇറങ്ങുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല മക്കളെ. അതുകൊണ്ട് ചാനൽ വരാന്നാലും ദയവ് ചെയ്ത് എൻ്റെ മോനെ നാട്ടിലെത്തിക്കണം. എൻ്റെ മോനെ ഉൾപ്പെടുത്തരുത്. രുചിഷ്, ഇപ്പോൾ അമ്മ സൂചിപ്പിച്ചതുപോലെ വിസ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ചില പ്രൊസീജിയർ ഉണ്ട്. അവിടെ തന്നെ 14 ദിവസത്തെ വിസ മാത്രമേ കസഖിസ്ഥാനിൽ ഇപ്പോൾ നിലവിൽ ഈ ബിബിനുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബിബിൻ എത്രയും വേഗം അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്താൻ വേണ്ടി ന്യൂസ് മലയാളത്തെ ഉൾപ്പെടെ സമീപിച്ചത്. ഇപ്പോൾ നിലവിൽ അമ്മ സൂചിപ്പിച്ചതുപോലെ ഈ പരാതി ഇല്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ മകനെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് ഉൾപ്പെടെയാണ് കനകരാജ് ഉൾപ്പെടെ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. വലിയ തരത്തിലൊരു തട്ടിപ്പാണ്. അതിലാണ് മലയാളി ഉൾപ്പെടെയുള്ള 7 അംഗ സംഘം പെട്ടിട്ടുള്ളത്. ഇവരെ കിർഗിസ്ഥാനിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ കസഖിസ്ഥാനിൽ എത്തുകയും അവിടെ 2 ദിവസം തങ്ങിയതിനു ശേഷം ഈ കിർഗിസ്ഥാനിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ അവിടുത്തെ ഹോട്ടലിൽ എത്തിയപ്പോൾ യാതൊരുവിധ സൗകര്യങ്ങളോ ഇങ്ങനെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ളവർക്ക് അറിയുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് മലയാളി ഉൾപ്പെടെയുള്ള വിപിൻ ഉൾപ്പെടെയുള്ള 7 അംഗ സംഘം ഇപ്പോഴും കസഖിസ്ഥാനിൽ തുടരുന്ന അവസ്ഥ. 14 ദിവസം കഴിഞ്ഞു, മാസങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ ഭക്ഷണത്തിന് കാശ് ഈ അമ്മ തന്നെയാണ് മകന് കൊടുക്കേണ്ടി വരുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഈ ശ്രദ്ധ അധികാരികളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വലിയ തരത്തിൽ ജയിലിലേക്ക് അകപ്പെടുന്ന അവസ്ഥ ഉൾപ്പെടെ അമ്മ സൂചിപ്പിക്കുകയുണ്ടായി. അമ്മ, പിന്നെ ഈ കനകരാജിന് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ഇന്നലെയും വിളിച്ചപ്പോൾ എന്നിട്ട് അവരിപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് എൻ്റെ ഓഫീസ് പരമായിട്ട് ഞങ്ങളെ നാണം കെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി കേസ് പരമായിട്ട് മുമ്പിലോട്ട് പോകുന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന പയ്യന് ഇവ മെസ്സേജ് അയച്ചു കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവക്ക് അയച്ചു കൊടുത്തു. ഇവള് പിള്ള വായിക്കുകയും ചെയ്തു. അപ്പം കളിക്കുള സ്റ്റേഷനിൽ അവനും പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വന്നവരും അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവൻ എന്തോ പറയുന്നതെന്ന് നമുക്കറിയത്തില്ല.
അവർ എത്തിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് അവിടുത്തെ ഫൈൻ കെട്ടി വയ്ക്കണം, ഞങ്ങൾ കാശ് ഞങ്ങൾ അയച്ചു കൊടുക്കണം. ഞങ്ങളതിൽ ഒരു ഗത്യന്തരവും ഇല്ല, ഒരു ഗത്യന്തരവും ഇല്ല. വേറെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ കൊടുത്തായിരുന്നു, മന്ത്രിമാരെയോ ആരെങ്കിലും പരാതിപ്പെടുക? എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്നതുപോലെ ചാനലുകാരൊക്കെ വന്നൊക്കെ അവർ സംസാരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം, വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിക്കോ അങ്ങനെ ആർക്കെങ്കിലും പരാതി കൊടുക്കാന്ന്? എല്ലാവർക്കും കൊടുക്കാന്നാ പറഞ്ഞത്. ഇതുവരെയ്ക്കും ഒന്നും ആയില്ല, ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇതുവരെയ്ക്കും. അതിന് ശേഷം രുചിഷ്, ഇപ്പൊ അമ്മ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്ഥലങ്ങൾ, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുക്കാൻ തന്നെയാണ് കുടുംബം തയ്യാറാവുന്നത്. എന്തായാലും ഈ മലയാളി ഉൾപ്പെടെയുള്ള 7 അംഗ സംഘം ഇപ്പോഴും കസക്കിസ്ഥാനിൽ തുടരുന്ന അവസ്ഥയാണുള്ളത്. അവർ ഭക്ഷണമില്ലാതെ കഴിഞ്ഞ ദിവസം അടക്കം ഈ പൂപ്പല് കെട്ടിയ റൊട്ടി അടക്കമാണ് അവർക്ക് ഭക്ഷണമായിട്ട് ഉൾപ്പെടെ അവിടെ ഉള്ളത്. അത് കഴിഞ്ഞാൽ അല്പം വെള്ളം ചൂടാക്കി കുടിക്കുക, ഈ സ്ഥിതിയാണ്. എത്ര ദിവസം ഇങ്ങനെ നീണ്ടു പോകുമെന്ന കാര്യത്തിൽ വളരെ ആശങ്ക ഉൾപ്പെടെയാണ് ബിബിൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രുചിഷ്, ശരി അഞ്ജു, എന്തായാലും അമ്മയുടെ വാക്കുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി നൽകേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും വ്യക്തതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അവർക്ക് അത് അറിയില്ല. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഒരു മലയാളി കസാഖിസ്ഥാനിൽ ദിവസങ്ങളായി ഇപ്പോൾ ഒരു പട്ടിണിയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. തൊഴിൽ തട്ടിപ്പിന് ഇരയായി പോയതാണ്. ഒരു കേസെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് പോലും ആ തൊഴിൽ തട്ടിപ്പ് നടത്തിയ ആൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും സർക്കാരിൻ്റെ ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകേണ്ട വിഷയമാണ്. സർക്കാർ ഇടപെടണം. അതോടൊപ്പം കുടുംബവും ഈ തൊഴിൽ നൽകാൻ തയ്യാറായ ഈ ഉടമയ്ക്കെതിരെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.